ഗോപികൃഷ്ണൻ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് വ്യക്തതയുള്ള CPM-ന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രതിനിധി ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 24-ലടക്കം ഞാൻ ചർച്ചയ്ക്കിരുന്ന കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ശശീന്ദ്രനും ശശിയും അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റു പല ചാനലുകളിൽ ഇരുന്നപ്പോഴും അവിടെയും ഇടതുപക്ഷത്തിന് പ്രതിനിധി ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങ് നോക്കൂ, കോൺഗ്രസിന് ഔദ്യോഗികമായി KPCC അംഗീകരിച്ചു വിടുന്ന വക്താക്കൾ ഈ വിഷയത്തിൽ എല്ലായിടത്തും ചർച്ചയിലുണ്ട്. കാരണം ഞങ്ങളെടുത്ത നിലപാടിൽ തെളിമയുണ്ട്. ആ നിലപാട് വ്യക്തതയോടുകൂടി കേരള പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ആർജവുമുണ്ട്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ, ഇപ്പോൾ അതൊരു പരാതിയായി മാറി. ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്ന പരമാവധി നടപടി അത് ഈ പാർട്ടി എടുത്തു കഴിഞ്ഞു. അതെന്റെ സഹപ്രവർത്തക സജനയും പറഞ്ഞു. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. നിസാര പദവിയല്ല. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തോട് ഡയറക്ഷൻ കൊടുത്ത് രാജിവെപ്പിച്ചു ഈ പാർട്ടി. രണ്ടാമത്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വരേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു, മാറ്റി നിർത്തി. പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു. ആ തെളിമയുള്ള പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു ശ്രീ വസന്ത്. അതിൽ നമ്മുടെ മുമ്പിൽ ഗോപികൃഷ്ണൻ, അതിൽ നമ്മുടെ മുമ്പിൽ മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ. ആ ബെഞ്ച് മാർക്ക് ഞങ്ങളൊന്നും അല്ല വെച്ചത്, CPM ആണ് വെച്ചത്. മുകേഷ് MLA ആയി തുടരട്ടെ. അല്ല, ബെഞ്ച് മാർക്ക് നോക്കിയിട്ടല്ലോ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ CPM-നെ പോലെയല്ല, ഞങ്ങൾ ഇതര രാഷ്ട്രീയ സംഘടനകളെ പോലെയല്ല. ആരോപണം ഉയർന്ന ഉടൻ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി. പക്ഷെ പാലക്കാടിന്റെ MLA പദവി അലങ്കരിക്കുന്ന ആളായി നിങ്ങളുടെ രാഹുലിനെ അവിടെ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ജനങ്ങളോട് നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല.